Another basic component of a refrigeration system. The basic functions of an expansion device used in refrigeration systems are: first one, to reduce pressure from condenser pressure to evaporator pressure. Second one, regulate the refrigerant flow from the high pressure liquid line into the evaporator at a rate equal to the evaporation rate in the evaporator. ഇപ്പോൾ എക്സ്പാൻഷൻ ഡിവൈസ് ചെയ്യുന്ന വേറൊരു വർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത് പ്രഷർ കുറയ്ക്കുന്നു, രണ്ടാമത് പറഞ്ഞത് ഇത് റെഫ്രിജറൻറ്റ് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നു. അത് വേണമെങ്കിൽ നമുക്കിത് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് ഇവാപ്പറേറ്ററിൻ്റെ അകത്തേക്ക് കടന്നു പോകേണ്ടത് എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ആവശ്യാനുസരണം മാത്രം ഈ പറയുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, the expansion devices used in refrigeration system can be divided into fixed opening type or variable opening type. As the name implies, in fixed opening type the flow area remains fixed, while in variable opening type the flow area changes with changing mass flow rates. There are basically 7 types of refrigerant expansion devices. അപ്പോൾ ഇതിൽ പറയുന്നത് എക്സ്പാൻഷൻ ഡിവൈസസിനെ നമുക്ക് ബ്രോഡായിട്ട് രണ്ട് തരത്തിൽ തരംതിരിക്കാം. ഒന്ന് ഫിക്സഡ് ഓപ്പണിംഗ് ടൈപ്പ്, രണ്ടാമത്തത് വേരിയബിൾ ഓപ്പണിംഗ് ടൈപ്പ്. ഫിക്സഡ് ഓപ്പണിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് അതിനകത്തൂടെയുള്ള റെഫ്രിജറൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതേസമയം വേരിയബിൾ ഓപ്പണിംഗ് ടൈപ്പിലൂടെയുള്ള ഈ പറയുന്ന റെഫ്രിജറൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാസ് ഫ്ലോ റേറ്റ്, എത്ര കിലോഗ്രാം റെഫ്രിജറൻ്റ് ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വേരി ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് വേരിയബിൾ ഓപ്പണിംഗ് ടൈപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദർ ആർ ബേസിക്കലി 7 ടൈപ്സ് ഓഫ് റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ ഡിവൈസ്. 7 ടൈപ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ്. ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 7 തരത്തിലുള്ള പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ ഡിവൈസുകളാണ്. അപ്പോൾ ഈ 7 ചിലത് ഫിക്സഡ് ഓപ്പണിംഗ് ആണ്, ചിലത് വേരിയബിൾ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ദർ ആർ ബേസിക്കലി 7 ടൈപ്സ് ഓഫ് റെഫ്രിജറൻറ്റ് എക്സ്പാൻഷൻ ഡിവൈസസ്. ദീസ് ആർ: ഫസ്റ്റ് വൺ, ഹാൻഡ് എക്സ്പാൻഷൻ വാൽവ്സ് അല്ലെങ്കിൽ മാനുവൽ എക്സ്പാൻഷൻ വാൽവ്സ്. അപ്പോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് വാൽവാണ്. അപ്പോൾ നമുക്കത് കൈ ഉപയോഗിച്ച് നമുക്കതിന് ആവശ്യാനുസരണം അതിൻ്റെ ഓപ്പണിങ് റെഗുലേറ്റ് ചെയ്യാം. രണ്ടാമത്തത് കാപ്പിലറി ട്യൂബ്, കാപ്പിലറി ട്യൂബ്സ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഓറിഫൈസ്. മൂന്നാമത്തത് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓർ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, AEV. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ ചുരുക്കി എഴുതിയിരിക്കുകയാണ് AEV. അതേപോലെ അടുത്തത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ ചുരുക്കി എഴുതിയിരിക്കുകയാണ് TEV. അടുത്ത ആറാമത് ഫ്ലോട്ട് ടൈപ്പ് എക്സ്പാൻഷൻ വാൽവ്. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവും രണ്ടാമത്തത് ലോ സൈഡ് ഫ്ലോട്ട് വാൽവും. അവസാനത്തെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ്. ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള വാൽവാണ്. അപ്പോൾ ഇങ്ങനെ 7 തരത്തിലുള്ള പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ ഡിവൈസസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന 2-3 തരത്തിലുള്ളത് മാത്രമാണ് പഠിക്കുന്നത്. മറ്റുള്ളതൊന്നും നമ്മളുടെ സിലബസിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കാപ്പിലറി ട്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. കാപ്പിലറി ട്യൂബ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് കാപ്പിലറി ട്യൂബ്. ഇപ്പോൾ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഭാഗങ്ങൾ പറയാനായിട്ടൊന്നുമില്ല. വളരെ കനം കുറഞ്ഞ ഒരു കോപ്പർ ട്യൂബ്, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഏരിയ സാധാരണ ഈ ഇതൊരു എക്സ്പാൻഷൻ ഡിവൈസാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഭാഗത്തുള്ളതിനേക്കാൾ ഏരിയ ഇതിനകത്ത് കുറവാണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഫ്ലോ ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലോ കണ്ടിന്യൂസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ കൂടിയ ഭാഗത്തു നിന്ന് ഏരിയ കുറഞ്ഞ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഫ്ലോ കിടക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ പ്രഷർ കുറയുകയും വെലോസിറ്റി കൂടുകയും ചെയ്യും. അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു, ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെലോസിറ്റി കൂടുമ്പോൾ അതിൻ്റെ പ്രഷർ ഉപയോഗിച്ചാണ് അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത്. അപ്പോൾ വളരെ വലിയ
പ്രഷർ ഡ്രോപ്പ് അവിടെ സംഭവിക്കുന്നു. ഇതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലാബിലോ ഒക്കെ ഉള്ള മെഷീൻസിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നമ്മളുടെ റെഫ്രിജറേഷൻ ടെസ്റ്റ് റിഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി നിങ്ങളുടെ ലാബിലുണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബിലുണ്ടായിരുന്നു, ആ ലാബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കാപ്പിലറി ട്യൂബ്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കാം. ചിത്രത്തിൽ കാപ്പിലറി ട്യൂബ് കാണിച്ചിരിക്കുന്നത് കാണാം. ഇവാപ്പറേറ്റർ, സ്ട്രെയിനർ, ഇതിനിടയിൽ ജസ്റ്റ് ഒരു കോയിൽ. ഇതാണ് കാപ്പിലറി ട്യൂബ്. ഇങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് എഴുതിയിട്ടുണ്ട്. കാപ്പിലറി ട്യൂബ്. A capillary tube is a long, narrow tube of constant diameter. The word capillary is a misnomer since surface tension is not important in refrigeration application of capillary tubes. Typical tube diameters of refrigerant capillary tubes range from 0.5 mm to 3 mm and the length ranges from 1 meter to 6 meter. The pressure reduction in a capillary tube occurs due to the following two factors. അപ്പോൾ ഇതിൻ്റെ ഡയാമീറ്റർ 0.5 to 3 mm. അതേപോലെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ മുതൽ 6 മീറ്റർ വരെയൊക്കെയാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് വേരി ചെയ്യാറ്. The refrigerant has to overcome the frictional resistance offered by tube walls. This leads to some pressure drop. The mass flow rate and tube diameter being constant, the velocity of refrigerant increases. The increase in velocity or acceleration of the refrigerant also requires pressure drop. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വെലോസിറ്റി കൂടുന്നു. വെലോസിറ്റി കൂടാൻ കാരണം മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വെലോസിറ്റി കൂടുന്നു. ആ വെലോസിറ്റി കൂടുന്നത് പ്രഷറിന് അനുപാതികമായിട്ടായിരിക്കും. ഇത് നിങ്ങൾ ഹൈഡ്രോളിക്സിൽ ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും, വെലോസിറ്റിയുടെയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ. അതൊരു കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓവർകം ചെയ്യാനായിട്ട് കുറേ പ്രഷർ ഉപയോഗപ്പെടുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഈ കാപ്പിലറി ട്യൂബിൽ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കാപ്പിലറി ട്യൂബിൻ്റെ പ്രഷർ ഡ്രോപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. Several combinations of length and bore are available for the same mass flow rate and pressure drop. However, once a capillary tube of some diameter and length has been installed in a refrigeration system, the mass flow rate through it will vary in such a manner that the total pressure drop through it matches with the pressure difference between condenser and the evaporator. Its mass flow rate is totally dependent upon the pressure difference across it. It cannot adjust itself to variation of load effectively. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെവറൽ കോമ്പിനേഷൻസ് ഓഫ് ലെങ്ത് ആൻഡ് ബോർ ആർ അവൈലബിൾ ഫോർ സെയിം മാസ് ഫ്ലോ റേറ്റ് ഓഫ് ആൻഡ് പ്രഷർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള നമുക്ക് പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ഓഫ് ലെങ്ത്തും അതേപോലെ ഡയമീറ്ററും നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ വൺസ് ഇതൊരിക്കലും നമ്മൾ ഈ മെഷീനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്ന മാസ് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് പ്യുവർലി ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രഷർ ഓഫ് കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ. അപ്പോൾ അതിൽ ആ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെ മാത്രം ആശ്രയിച്ചാണ് ഇതിനകത്തുകൂടെയുള്ള അല്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രഷർ ഡ്രോപ്പും അതേപോലെ ഇതിനകത്തുള്ള മാസ് ഫ്ലോ റേറ്റും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. നമുക്ക് ലോഡിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമുക്ക് ആവശ്യാനുസരണമൊക്കെ ഇതിനകത്തുള്ള ഫ്ലോ റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൈരി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കാപ്പിലറി ട്യൂബ്. കാപ്പിലറി ട്യൂബ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലോഡ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അതിൽ കൂടെ കുറച്ച് ലോഡ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ഫ്ലോ റേറ്റ് നടക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ തരത്തിൽ കൂടുതൽ ഫ്ലോ അതിൽ കൂടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കില്ല. പിന്നെ നമ്മൾ പുതിയ കാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ അതിന് ഡിസൈൻ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് കാപ്പിലറി ട്യൂബ് മുഴുവനായിട്ട് മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം, കാപ്പിലറി ട്യൂബ്. അടുത്ത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ആണ്. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, അതിന് AEV എന്ന് പറയും, ഈസ് ഓൾസോ നോൺ ആസ് എ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ്. അതൊരു കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്നുകൂടി അറിയപ്പെടും. ആക്ട്സ് ഇൻ സച്ച് എ മാനർ സോ ആസ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ദെർബൈ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻ ദ ഇവാപ്പറേറ്റർ. ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദ വാൽവ് ഈസ് ഷോൺ ഇൻ ഫിയർ. അപ്പോൾ ഇതിൻ്റെ പേര് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൻ്റെ മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് എ ടെമ്പറേച്ചർ ഇൻ ദ ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവാപ്പറേറ്ററിൽ ഒരു കോൺസ്റ്റന്റ് പ്രഷറും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും നമുക്ക് നിലനിർത്താനായിട്ട് ഈ പറയുന്ന ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവാപ്പറേറ്റർ പ്രഷർ. നിങ്ങൾ ശ്രദ്ധിക്കുക, കണ്ടൻസർ പ്രഷറല്ല, എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ പ്രഷറല്ല. ഇവിടെ പറയുന്നത് ഇവാപ്പറേറ്റർ പ്രഷറും ഇവാപ്പറേറ്റർ ടെമ്പറേച്ചറും നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനായിട്ട് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇനി കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ ചിത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ
ഈ ചിത്രത്തിൽ അതിൻ്റെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ എന്ന് പറയുന്ന ഒരു ഭാഗം, അതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് അഡ്ജസ്റ്റബിൾ സ്ക്രൂ. ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂവിൻ്റെ താഴത്തേക്ക് നോക്കുക, അവിടെ ഒരു സ്പ്രിങ് കാണാം. അഡ്ജസ്റ്റബിൾ സ്ക്രൂവിൻ്റെ താഴത്തെ ഭാഗത്തേക്കായിട്ട് ഒരു സ്പ്രിങ് ആ സ്ക്രൂവിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പ്രിങ്ങിന് താഴത്തായിട്ട് ഇവിടെ ഒരു ഡയഫ്രം എന്ന് പറയുന്ന ഒരു സാധനം കാണാം. ഡയഫ്രം എന്ന് പറയുന്ന ഒരു പാട പോലെയുള്ള ചെണ്ടടക മുകളിലുള്ള നിങ്ങൾ ലെതറിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, അതേപോലത്തെ ഒരു സാധനം, അതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ വാദ്യോപകരണങ്ങളിലേക്ക് മുകളിൽ കണ്ടില്ലേ, തബല അല്ലെങ്കിൽ ചെണ്ട, അതിൻ്റെയൊക്കെ മുകളിൽ കാണുന്ന പോലുള്ളൊരു മെംബ്രെയിൻ, അതാണ് ഡയഫ്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് ഈ ഡയഫ്രത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതേപോലെ ഈ ഡയഫ്രത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തൊരു ഓറിഫൈസ്, ചെറിയൊരു ഓപ്പണിംഗ് കാണാം. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വാളിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് ഇവിടെ കാണാം. ഈ ഓപ്പണിങ്ങിനെ അടച്ചു വയ്ക്കുന്ന ഒരു വാൽവാണിത്. ഇതിനെ ഓപ്പണിങ് അടച്ചു വയ്ക്കുന്ന ഒരു ചെറിയ വാൽവാണ്. അപ്പോൾ ഈ വാൽവിൻ്റെ താഴത്ത് വീണ്ടും ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് താഴത്തേക്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ്, ഇവിടെ ഒരു ജസ്റ്റ് ഒരു വാൽവ്, ഇവിടെ ഒരു നീഡിൽ എന്ന് പറയുന്നൊരു സാധനം, ഇതിനെ നമ്മൾ നീഡിൽ വാൽവ് എന്നാണ് പറയുക. ഒരു നീഡിൽ എന്ന് പറയുന്ന സാധനം, ഈ നീഡിലും ഈ വാൽവും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റം ഈ ഡയഫ്രത്തിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ സ്പ്രിങ്, സ്ക്രൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇത് മുഴുവൻ അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതികളാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഫ്രം കണ്ടൻസർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കണ്ടൻസറിൽ എന്താ വരിക? കണ്ടൻസറിൽ നിന്ന് വരുന്നത് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. ലിക്വിഡ് റെഫ്രിജറൻ്റ് കണ്ടൻസർ വഴി വരുന്നു. ഇവിടെ ഒരു സ്ട്രെയിനർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഇതുവഴി കടന്നുപോയി ഇതിനകത്ത് ലിക്വിഡ് റെഫ്രിജറൻ്റ് എത്തും. ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് ഇതിനകത്ത് മുഴുവനായിട്ട് ഉണ്ടാവുക. ഓക്കെ, ഈ സ്പ്രിങ്ങിൻ്റെ ഒരു പേര് ഇവിടെ നോക്കുക, ഫോളോ അപ്പ് സ്പ്രിങ് എന്നാണ് ഈ താഴത്തെ സ്പ്രിങ്ങിന് പറയുന്നത്. മുകളിലത്തെ സ്പ്രിങ്ങിന് പറയുന്നത് അഡ്ജസ്റ്റബിൾ സ്പ്രിങ് എന്നാണ്. ഇവിടെ അഡ്ജസ്റ്റബിൾ സ്ക്രൂ, ഡയഫ്രം. ഇനി ഇപ്പോൾ ഇവിടെ എത്തുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റിന് പുറത്തു പോകാനുള്ള മാർഗം എന്ന് പറയുന്നത്, കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റിന് പുറത്തു പോകാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഓറിഫൈസിലൂടെ ഇതിനെ മുകളിലേക്ക് കയറി ഈ ഭാഗത്തൂടെ ഇവാപ്പറേറ്ററിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാത്ത്. ഇവിടെ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുറത്തു പോകാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ വാൽവ്, ഈ ഒരു ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാൽ ഇതുവഴി മുകളിലേക്ക് കയറി ഇതുവഴി ഇങ്ങനെ പോവാം. അപ്പോൾ അതാണ് ഇതിൻ്റെ പാസേജ് എന്ന് പറയുന്നത്. ഇനി ഈ വാൽവ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കില്ല. ഈ വാൽവ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സുകളാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഡയഫ്രം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഡയഫ്രം മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ നീഡിലിനെയും ഈ വാൽവിനെയും മുകളിലേക്ക് വലിക്കും. അങ്ങനെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ഓപ്പണിംഗ് അടയും, ഈ ഓറിഫീസ് അടഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ലിക്വിഡ് ഇങ്ങോട്ട് കിടക്കില്ല. അതേപോലെ ഈ ഡയഫ്രം താഴത്തേക്ക് വരികയാണെങ്കിൽ, ഈ ഡയഫ്രം എന്ന് പറയുന്ന സാധനം താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ വാൽവ് താഴത്തേക്ക് വരികയും ഈ ഓറിഫീസ് ഓപ്പണായി ഇതുവഴി ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഫ്ലോ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയഫ്രത്തിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നത്? ഒന്ന് എന്ന് പറയുന്നത് ഈ സ്പ്രിങ്, ഈ സ്ക്രൂവിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്പ്രിങ്. ഇപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഒരു ഫോഴ്സ് ഇതിനകത്ത് ഉണ്ടാവാം, സ്പ്രിങ്ങിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ടാവാം. അതേപോലെ സ്പ്രിങ് ഫോഴ്സ് കൂടാതെ പിന്നെ മുകൾ ഭാഗത്തുള്ളത്, അഡ്ജസ്റ്റബിൾ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൂടാതെ മുകൾ ഭാഗത്തുള്ളത് ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവും. അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്, അത് FO എന്ന് കാണിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫറിക് പ്രഷർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ്. അതുപോലെ FS എന്ന് കാണിച്ചിരിക്കുന്നത് ഈ സ്പ്രിങ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സ് താഴത്തേക്ക് ഡയഫ്രത്തിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. ഇതിൻ്റെ ഡയറക്ഷനാണ് ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് ആരോ മാർക്ക് കാണിക്കുന്ന ഡയറക്ഷനിൽ ഇവിടെ അറ്റ്മോസ്ഫറിക് പ്രഷർ, അതേപോലെ തന്നെ സ്പ്രിങ് പ്രഷർ, ഇത് രണ്ടും ഈ ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ട്. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന ഫോളോ അപ്പ് സ്പ്രിങ്, അതിൻ്റെ ഒരു ഫോഴ്സ്, അതാണ് FS എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. FS എന്ന് പറയുന്നത് ഫോളോ അപ്പ് സ്പ്രിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫോളോ അപ്പ് സ്പ്രിങ് മുകളിലേക്ക് ഇതിനെ ഒരു തള്ളുന്നുണ്ട്. ഏത് വഴിയാണ് തള്ളുന്നത്? ഈ പറയുന്ന നീഡിൽ വഴി ഇതിനെ മുകളിലേക്ക് ഉയർത്താൻ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവാപ്പറേറ്ററിൽ നമുക്കറിയാം, ഇവാപ്പറേറ്ററിൽ ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പറൈസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് കുറേ വേപ്പറൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രഷർ ഈ ഭാഗത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇവാപ്പറേറ്റർ പ്രഷറും ഈ ഭാഗത്തുണ്ടാവും. അപ്പോൾ ഈ രണ്ട് പ്രഷറും ഈ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് ഡയഫ്രത്തിനെ മുകളിലേക്കും അറ്റ്മോസ്ഫറിക് പ്രഷറും ഈ സ്പ്രിങ് പ്രഷറും താഴത്തേക്കും ഇതിനെ തള്ളുന്നു. അപ്പോൾ ഇവിടെ ഇവാപ്പറേറ്ററിൻ്റെ പ്രഷർ, അതേപോലെ ഈ സ്പ്രിങ്ങിൻ്റെ ഒരു പ്രഷർ, മുകളിൽ ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷർ പ്ലസ് ഇവിടെ നിന്നുള്ള അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഈ തരത്തിലാണ് ഈ ഫോഴ്സുകൾ ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഇനി
ഇൻ കേസ് ഇവാപ്പറേറ്റർ പ്രഷർ, ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വളരെ പെട്ടെന്നൊന്നും അത് ചേഞ്ച് ആവില്ല, കാരണം ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ വേരി ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവാപ്പറേറ്റർ പ്രഷറാണ്. അപ്പോൾ ഇവാപ്പറേറ്റർ പ്രഷർ കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവാപ്പറേറ്ററിൽ പ്രഷർ കൂടുകയാണെങ്കിൽ ഇവിടെ ഈ ഫോഴ്സ് കൂടും, ഈ പറയുന്ന FE എന്ന് പറയുന്ന ഫോഴ്സ് കൂടും. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടും. ഫോഴ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ മുകളിലേക്ക് വലിക്കും, അങ്ങനെ ഇത് അടയും. ഇനി ഇവാപ്പറേറ്ററിനകത്തുള്ള പ്രഷർ കുറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, പ്രഷർ കുറയുന്ന സമയത്ത് ഇതിനകത്ത് ഈ FE എന്ന് പറയുന്ന പ്രഷർ ഫോഴ്സ് കുറയുകയും ഇത് നേരെ താഴത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതിനനുസരിച്ച് പിന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ട്യൂണിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റബിൾ സ്ക്രൂ. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ പ്രഷർ കൂടുന്ന സമയത്ത് ഇത് അടയുകയും ഇവാപ്പറേറ്റർ പ്രഷർ കുറയുന്ന സമയത്ത് ഇത് തുറന്ന് ഇതിനകത്തേക്ക് കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ തരത്തിലാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഓപ്പൺ ചെയ്യുന്നത് F0 + FS, അത് താഴത്തേക്കും FS + FE, ഈ രണ്ടെണ്ണം മുകളിലേക്കാണ്. അപ്പോൾ ഈ താഴത്തെ ഫോഴ്സ് കൂടുന്ന ഈ രണ്ടെണ്ണത്തിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് കൂടുന്ന സമയത്ത് എന്തുണ്ടാവുക, ഈ ഡയഫ്രത്തിനെ ഇത് മുകളിലേക്ക് തള്ളും, അപ്പോൾ ഇവിടെ വാൽവ് അടയും. മുകൾ ഭാഗത്താണ് ഫോഴ്സ് കൂടുന്നതെങ്കിൽ FO + FS എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷറും ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷറും കൂടി ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇതാണ് കൂടുതലെങ്കിൽ ഇത് ഡയഫ്രം താഴത്തേക്ക് വരികയും ഇത് ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് ഈ പറയുന്ന ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ഫിഗർ, ദ വാൽവ് കൺസിസ്റ്റ് ഓഫ് ആൻ അഡ്ജസ്റ്റ്മെന്റ് സ്പ്രിംഗ് ദാറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു മെയിൻറ്റെയിൻ ദ റിക്വയർഡ് ടെമ്പറേച്ചർ ഇൻ ദ ഇവാപ്പറേറ്റർ. This exerts force Fs on the top of the diaphragm. The atmospheric pressure PO also acts on the top of the diaphragm and exerts a force of FO on the diaphragm. The evaporator pressure PE acts below the diaphragm. The force due to evaporator pressure is FE. The force due to follow-up spring FS also acts below the diaphragm through needle valve. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ എഴുതിയത്. If FE + FFS greater than FS + FO, the needle will be pushed against the orifice and the valve will be fully closed. On the other hand, if FE + FFS is less than FS + F0, the needle will be away from the orifice and the valve will be open. Hence, the relative magnitude of these forces controls the mass flow rate through the expansion valve. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുകളിലുള്ള പ്രഷർ കൂടുകയാണെങ്കിൽ അത് ആ വാൽവിനെ താഴത്തേക്ക് ഓപ്പൺ ചെയ്യുകയും അതേപോലെ താഴത്തുള്ള പ്രഷറാണ് കൂടുന്നതെങ്കിൽ, താഴത്തുള്ള ഫോഴ്സാണ് കൂടുന്നതെങ്കിൽ ആ ഡയഫ്രത്തിനെ മുകളിലേക്ക് തള്ളി ആ വാൽവ് അടയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പോലെ തന്നെയാണ് ഏകദേശമൊക്കെ ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വരുന്ന ഒരു ഭാഗം ഇവ കണ്ടൻസറിൽ നിന്ന് ഇവിടെ ഒരു സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴത്തൊരു സ്ക്രൂ കാണാം, പിന്നെ ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്പ്രിങ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഇവിടുത്തെ സ്പ്രിങ് അഡ്ജസ്റ്റബിൾ അല്ല, ഇവിടെ താഴെ ഒരു സ്ക്രൂ ഉള്ളതുകൊണ്ട് ഈ സ്പ്രിങ് അഡ്ജസ്റ്റബിൾ ആണ്. അതേപോലെ ഇവിടെ ഒരു നീഡിൽ വാൽവ് കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുക, ഇവിടെ മോൾ ഭാഗത്ത് ഇവിടെ ഒരു ബെല്ലോസ് എന്ന് പറയുന്നൊരു സാധനമാണ്, ബെല്ലോസ് സ്പ്രിങ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഇത് ക്ലോസ്ഡ് ആണ്. ഈ ഡയഫ്രത്തിന് പകരം ഇവിടെ ബെല്ലോസ് ആണുള്ളത്. ഡയഫ്രത്തിന് പകരം ഇവിടെ ബെല്ലോസ് ആണുള്ളത്. ഈ ഡയഫ്രത്തിൻ്റെ ഈ ബെല്ലോസിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള പ്രഷർ നോക്കുക, FP എന്നുള്ളൊരു പ്രഷർ കാണിച്ചിരിക്കുന്നത്. എന്താണ് FP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫറിക് പ്രഷറല്ല. ഇവിടെ നോക്കാം, ഇവിടെ ഒരു ഫീലർ ബൾബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഫീലർ ബൾബ്. ഇപ്പോൾ ഈ ഫീലർ ബൾബിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെഫ്രിജറൻറ്റ് നിറച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ റെഫ്രിജറൻ്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവാം. അപ്പോൾ ഈ ഫീലർ ബൾബിൻ്റെ പ്രഷറാണ്, അല്ലെങ്കിൽ ഇതിവിടെ ഈ ലൈനിൽ ഇതിനകത്തുള്ള പ്രഷറാണ് ഇവിടെ അനുഭവപ്പെടുക. ഈ ഫീലർ ബൾബ് എന്ന് പറയുന്ന സംഗതി നോക്കുക, സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻറ്റ് ടു കംപ്രസർ, കംപ്രസറിലേക്ക് പോകുന്ന സൂപ്പർ ഹീറ്റഡ് റെഫ്രിജറൻറ്റിൻ്റെ ലൈനിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഫീലർ ബൾബിൽ ടെമ്പറേച്ചർ കൂടും. ഈ ഫീലർ ബൾബിനകത്ത് നിറച്ചിരിക്കുന്നത് പവർ ഫ്ലൂയിഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റെഫ്രിജറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ പറയാം പവർ ഫ്ലൂയിഡ് എന്നൊക്കെയാണ് പറയാം.
അപ്പോൾ ഇവിടുന്ന് ഇത് ചൂടാവുമ്പോൾ ഇതിനകത്തു നിന്നുള്ള ഇത് വേപ്പറൈസ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇതിൻ്റെ മുകളിലൊരു പ്രഷർ അപ്ലൈ ചെയ്യും. ഈ ബെല്ലോ സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ ഈ ബെല്ലോസ്, ഡയഫ്രത്തിന് പകരം നമ്മുടെ ബെല്ലോസ് ആണ്. ഈ ബെല്ലോസിൻ്റെ മുകളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡിൻ്റെ പ്രഷറാണ്. അതേപോലെ അതിൻ്റെ താഴ്ഭാഗത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് ഒന്ന് ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷറുണ്ട്, അതാണ് ഇവിടെ FS എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ പറയുന്ന അഡ്ജസ്റ്റബിൾ സ്പ്രിങ്ങിൻ്റെ പ്രഷറുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇവാപ്പറേറ്ററിൻ്റെ പ്രഷറും ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ഇവാപ്പറേറ്ററിൻ്റെ പ്രഷറും താഴത്തുള്ള സ്പ്രിങ്ങിൻ്റെ പ്രഷറും മുകൾ ഭാഗത്തേക്ക് ആക്ട് ചെയ്യുന്നു. അതേസമയം മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഈ ഫീലർ ബൾബിൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് വേപ്പറിൻ്റെ പ്രഷർ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞതിന് കുറച്ച് വ്യത്യാസമായിട്ട് ഇവിടെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന റെഫ്രിജറൻ്റ്, ആ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഈ വാൽവ് ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഇവിടുന്ന് പോകുന്ന ഇവാപ്പറേറ്റർ വഴി കടന്നു പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ അളവ് അല്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെ ടെമ്പറേച്ചർ കൂടുതലാവുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കൂടുതൽ ലോഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം, അല്ലേ? ഇവാപ്പറേറ്ററിൽ കടന്നു പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ഫ്രിഡ്ജിനകത്ത് അല്ലെങ്കിൽ ഈ AC-ക്കകത്ത് കൂടുതൽ ടെമ്പറേച്ചർ വേണം, അല്ലെങ്കിൽ കൂടുതൽ ലോഡ് വരണം. അങ്ങനെ ലോഡ് വരുന്ന സമയത്താണ് ഇവിടെ പോകുന്ന ലൈനിൽ പോകുന്ന റെഫ്രിജറൻറ്റ് കൂടുതൽ ചൂടാവുക. അപ്പോൾ അങ്ങനെ ഈ കംപ്രസറിലേക്ക് പോകുന്ന ലൈനാണിത് ഇവാപ്പറേറ്ററിൽ നിന്ന്. അപ്പോൾ ഈ ഭാഗത്ത് ഇവാപ്പറേറ്ററിനകത്ത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെയും ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അത് ഈ ഫീലർ ബൾബ് അത് സെൻസ് ചെയ്യും. അങ്ങനെ സെൻസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിനകത്തുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. വേപ്പറൈസ് ചെയ്ത് നേരെ ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യും. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന എന്താ സംഭവിക്കുക? ഈ ബെല്ലോസ് ഒന്ന് താഴ്ന്നു കൊടുക്കും. അങ്ങനെ താഴ്ന്നു കൊടുക്കുമ്പോൾ ഈ വാൽവ് ജസ്റ്റ് താഴത്തേക്ക് വരും. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ ഇതിനകത്ത് നിന്ന് കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതിനകത്തേക്ക് പോകും. ഇതിനകത്തേക്ക് പോയിട്ട് ഇവിടെ ഇത് കൂടെ അത് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാലൻസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സ്പ്രിങ് ഈ വാൽവ് ഓപ്പണും ക്ലോസും ആവാനുള്ള രണ്ട് ഫോഴ്സ്, മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഉണ്ട്. ഒന്ന് ഡൗൺവാർഡ് ഫോഴ്സ് ഉണ്ട്, ഒന്ന് അപ്വാർഡ് ഫോഴ്സ് ഉണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് ഈ ബെല്ലോസിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സ്പ്രിങ് ഫോഴ്സ് പ്ലസ് ഇവാപ്പറേറ്ററിൽ നിന്നിൻ്റെ ഇവാപ്പറേറ്റർ പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സാണ് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒറ്റ ഫോഴ്സാണ്. അത് ഈ പറയുന്ന ഫീലർ ബൾബിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പറൈസ് ചെയ്ത് വരുന്ന ആ വേപ്പർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഈ മുകൾ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ഈ ബെല്ലോസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ പറയുന്ന നീഡിൽ വാൽവ് മുകളിലേക്കോ താഴത്തേക്കോ പോകും. അതിനനുസരിച്ച് ഇത് താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതുവഴി ഇങ്ങനെ കടന്ന് ഇവാപ്പറേറ്ററിലേക്ക് പോകും. ഇനി താഴത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്പ്രിങ്ങിൻ്റെ താഴെ നോക്കുക, നിങ്ങൾക്കൊരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കാണാനായിട്ട് സാധിക്കും. ഇത് അഡ്ജസ്റ്റബിൾ സ്പ്രിങ് ആണ്. ഓക്കെ, നേരത്തെ കണ്ടതിൽ താഴ്ഭാഗത്തുണ്ടായിരുന്ന സ്പ്രിങ് അഡ്ജസ്റ്റബിൾ സ്പ്രിങ് അല്ല, ഇവിടെ അഡ്ജസ്റ്റബിൾ സ്പ്രിങ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിക്കാം. എ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് maintains a constant degree of superheat at the exit of evaporator. The schematic diagram of the valve is shown in the figure. This consists of a feeder bulb that is attached to the evaporator exit tube so that it senses the temperature at the exit of the evaporator. The feeder bulb is connected to the top of the bellows by a capillary tube. The feeder bulb and the narrow tube contain some fluid that is called power fluid. The power fluid may be the same as the refrigerant in the refrigeration system, or it may be different. In case of different from the refrigerant, then the TV is called TV with cross charge. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഫീലർ ബൾബിനകത്ത് നിറച്ചിരിക്കുന്ന റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലുള്ള റെഫ്രിജറൻ്റ് തന്നെ ആവാം. ആ പറയുന്ന കംപ്രസറിനകത്തൂടെയും വേപ്പറിനകത്തൂടെയും അല്ലെങ്കിൽ നമ്മൾ ആ സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് തന്നെ ആവാം. അതല്ലെങ്കിൽ വേറൊരു ഫ്ലൂയിഡ് വേണമെങ്കിൽ, വേറൊരു തരത്തിലുള്ള റെഫ്രിജറൻ്റ് വേണമെങ്കിൽ ആ ഫീലർ ബൾബിനകത്ത് നിറയ്ക്കാം. അങ്ങനെ വേറൊരു ഫ്ലൂയിഡാണ് അല്ലെങ്കിൽ വേറൊരു റെഫ്രിജറൻ്റ് ആണ് നിറച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയാം? ആ തരത്തിലുള്ള വാൽവിനെ TV വിത്ത് ക്രോസ് ചാർജ് എന്ന് പറയും. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് വിത്ത് ക്രോസ് ചാർജ് എന്ന് പറയും. അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക.
The power fluid senses the temperature at the evaporator exit by the feeler bulb and its pressure Pp is the saturation pressure at this temperature. The force Fp exerted on the top of the bellows by power fluid. This force acts downwards. The evaporator pressure exerts upward force Fe below the bellows. There is an adjustment spring below the needle stand that exerts an upward spring force Fs. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സാണ് ആ ബെല്ലോസിൽ വരുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. If Fp is less than Fs plus Fe, valve get closed. If Fp is greater than Fs plus Fe, valve get opened. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന തരത്തിലുള്ള വാൽവുകൾ ഓപ്പണും ക്ലോസും വന്നത്. ഈ പവർ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് അടയുന്നു, പവർ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വാൽവ് ഓപ്പൺ ആവുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലാണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും തരത്തിലുള്ള ഇപ്പോൾ പറഞ്ഞ തരത്തിലുള്ള കാപ്പിലറി, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പാൻഷൻ ഡിവൈസസ് എന്നുള്ള കാറ്റഗറിയിൽ നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അതിൽ വെറും 3 തരത്തിലുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോട്ട്, അതേപോലെ ഇലക്ട്രോണിക്, ഹാൻഡ് ഓപ്പറേറ്റഡ്, അങ്ങനെ പലതരത്തിലുള്ള വാൽവുകളുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് സിലബസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പാൻഷൻ ഡിവൈസസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് ഇനി നമുക്കുള്ളത് ഇവാപ്പറേറ്റേഴ്സാണ്. ഇവാപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ചിത്രങ്ങൾ എല്ലാം വരച്ചു പിടിക്കുക. ഇതിൻ്റെ വർക്കിംഗ് സാധാരണ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ എക്സ്പാൻഷൻ വാൽവ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഒന്നുകിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഈ പറയുന്ന തെർമൽ വർക്ക് ചെയ്യുന്ന വാൽവിനെ പറ്റി ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വാൽവിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വരച്ചു പിടിക്കുക, അതിൻ്റെ വർക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഇവാപ്പറേറ്ററുകളാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൻ്റെ നോട്ട് തയ്യാറാക്കുക, ചിത്രങ്ങൾ വരയ്ക്കുക. ഓക്കെ.